ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമേർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. ഓക്കെ, അപ്പോൾ അതായത് എന്തൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ബാങ്കിങ് സെക്ടറിൽ വന്നിട്ടുള്ള ട്രെൻഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഓരോന്നും വായിച്ചിട്ട്, ഇപ്പോൾ ഇതൊരു പ്രോസസ്സൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നമുക്കറിയാം, ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് ആദ്യം വന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആയിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. വിത്ത് ദ എമർജൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, സെവറൽ റെസ്ട്രിക്ഷൻസ് were imposed on the commercial banks for the incorporation. With the passing of this act, there started an era of planned development of banking in India. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വന്നതിന് ശേഷം ബാങ്കിങ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ എന്ത് ചെയ്തു, ബാങ്ക്സിൻ്റെ അവരുടെ ഓപ്പറേഷൻസിനുള്ള റെസ്ട്രിക്ഷൻസ് ആൻഡ് കൺട്രോളൊക്കെ വെച്ചു. അതുകൊണ്ട് ഒരു ബാങ്കിങ്ങിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് കുറച്ചും കൂടിയും ഡെവലപ്ഡ് ആൻഡ് കൺട്രോൾഡ് ആയി. ഓക്കെ, അതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പറയുന്നത്. നെക്സ്റ്റ് വൺ, നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. The government nationalized 14 major banks on 19 July 1969. നമ്മളുടെ ഗവൺമെൻറ് ജൂലൈ 1969 14 ബാങ്ക്സിനെ നാഷണലൈസ് ചെയ്തു. On 15 April 1980, 6 more commercial banks were nationalized. The nationalization of banks gave the central bank the power to exercise power over commercial banks. അപ്പോൾ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്സ്, ഇപ്പോൾ ഉള്ള ബാങ്ക്സ് അതിൻ്റെ സ്റ്റേക്ക് ഗവൺമെൻറ്റിന് കൊടുക്കുക. അപ്പോൾ ആ ബാങ്കിനെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിനാണ് നാഷണലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ നാഷണലൈസേഷൻ 1969 വന്നപ്പോൾ കുറേ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ കൺട്രോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടി. അതും ബാങ്കിൻ്റെ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ലെഡ് ബാങ്ക് സ്കീം. Reserve Bank of India introduced lead bank scheme in December 1969 to achieve the twin objectives such as deposit mobilization in rural areas and to promote the growth of neglected sectors of the economy. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെഡ് ബാങ്ക് സ്കീം 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവർ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗ്ലക്റ്റഡ് സെക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള റൂറൽ ഏരിയാസിലുള്ള ആളുകളുടെയും കൂടിയും ഡെപ്പോസിറ്റൊക്കെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് കൊടുക്കുക. സോ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ ബാക്ക്വേർഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി കൂടിയും ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവിലൂടെ ആയിരുന്നു ലെഡ് ബാങ്ക് സ്കീം വന്നത്. Under lead bank scheme, each district would be allocated to a particular bank which will perform the role of a lead bank. അപ്പോൾ ലെഡ് ബാങ്ക് സ്കീം പ്രകാരം ഓരോ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റിലുള്ള ഓരോ ഡിസ്ട്രിക്റ്റിനെയും ഒരു ബാങ്ക് കൊടുക്കും. ആ ബാങ്കായിരിക്കും ഒരു ലെഡ് ബാങ്കിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. The lead bank was to act as a consortium leader for coordinating the efforts of all credit institutions in each of the allotted, ഇവിടെ ടൈപ്പിംഗിൽ എറർ വന്നതാണ്, allotted എന്നാണ് കേട്ടോ, ഈ ലോട്ടഡ് എന്നുള്ളത്, districts for expansion of branch facilities and for meeting the credit needs of the rural economy. അപ്പോൾ എന്താണ്, ഓരോ ഡിസ്ട്രിക്ട്സിലെയും നമ്മൾ ലെഡ് ബാങ്ക് സ്കീം പ്രകാരം ഓരോ ഡിസ്ട്രിക്ട്സിലും നമ്മൾ എൻഗേജ് ചെയ്തിട്ടുള്ള ലെഡ് ബാങ്ക് ആ ഡിസ്ട്രിക്റ്റിൽ മൊത്തമുള്ള ആളുകളുടെ ക്രെഡിറ്റ് നീഡ്സ്, റൂറൽ എക്കണോമിയുടെ ക്രെഡിറ്റ് നീഡ്സ് അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഈ ലെഡ് ബാങ്കിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ലെഡ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ അതും ഒരു ബാങ്കിൻ്റെ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. Then deposit insurance and credit guarantee scheme. Deposit insurance scheme was introduced to protect the interest of the small depositors and to restore confidence among the public of the soundness of the banking system in the country. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്മോൾ ഡെപ്പോസിറ്റേഴ്സ്, അതായത് ബാങ്കിൽ ചെറിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് കോൺഫിഡൻസ് കൂട്ടുക, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് സേഫാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് വരുത്തുക ആൻഡ് ബാങ്കിൻ്റെ ഫങ്ഷനിങ് സൗണ്ട് ആക്കുക എന്നുള്ള ഒക്കെ ഒബ്ജക്റ്റീവ് കൊണ്ടാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം വന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീം പ്രകാരം നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് സേഫാണ്, അതായത് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് തെഫ്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ നമ്മളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് സേഫാണ് എന്ന്
ആക്കുന്ന ഒരു സ്കീമായിരുന്നു ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. The main objective of corporation is to provide insurance protection to small depositors and to provide credit guarantee scheme to the banks for loans granted to small borrower. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡെപ്പോസിറ്റ്സിന് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ബാങ്ക്സിനൊരു ഗ്യാരണ്ടി കൊടുക്കുക. ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ബാങ്ക്സ് ക്രെഡിറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ലോണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണ് റീപേ ചെയ്യുന്നതിൽ ഒരു ബാങ്കിന് ഗ്യാരണ്ടി കൊടുക്കുക, ജസ്റ്റ് ഒരു ഗ്യാരണ്ടി കൊടുക്കുക, അവർക്ക് ആ റീപേയ്മെൻറ്റ് കിട്ടും എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്. ദർ ഹാസ് ബീൻ എ റാപ്പിഡ് അപ്പോൾ അതായിരുന്നു ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദർ ഹാസ് ബീൻ എ റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ട്രെൻഡ്സ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി, അതൊരു പുതിയ മാറ്റമാണ്. ഇൻക്രീസ് ഇൻ ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ്സ്, കൂടുതൽ ആളുകൾ ബാങ്കിങ് സെക്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ക്രെഡിറ്റ് ലോണായിട്ട് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാൻ തുടങ്ങി. ദെൻ ക്രെഡിറ്റ് എക്സ്പാൻഷൻ, ക്രെഡിറ്റ് കൊടുക്കുന്ന എമൗണ്ട് കൂട്ടാൻ തുടങ്ങി. ഓക്കെ. ദെൻ മൈക്രോ ഫിനാൻസ്, ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം ഹാസ് എമേർജ്ഡ് ആസ് ദ major microfinance program in the country. It has been implemented by RRB, commercial banks and cooperative banks. അപ്പോൾ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ് മൈക്രോ ഫിനാൻസിൽ കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ചെറിയ ആവശ്യമുള്ള ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള എമൗണ്ട് കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു സ്കീമായിരുന്നു മൈക്രോ ഫിനാൻസ്. അപ്പോൾ മൈക്രോ ഫിനാൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ അതും ബാങ്കിൻ്റെ ഡെവലപ്മെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റിസർവ് ബാങ്ക് കൺട്രോൾ, ദ RBI exercises great control over commercial banks. They have the power to regulate the operations of the commercial banks. Those has led to the protection of interest of the customers and the development of banking business. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം അപെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ റിസർവ് ബാങ്കിന് കൂടുതൽ കൺട്രോൾ ഉണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിലൊക്കെ കൂടുതൽ കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അതും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സെക്ടറിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാരണത്താലും നമ്മളെ ബാങ്കിങ് സെക്ടറിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. Then industrial finance, commercial banks provide short-term finance to industries. They undertake operations for the promotion and development of commercial banks. Commercial banks ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള ഷോർട്ട് ടേം ഫിനാൻസ് ഒക്കെ കൊടുക്കും. അവർ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ന്യൂ ഇന്നോവേഷൻസ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻസ്, adoption and implementation of new technologies by the bank have led to the development of the banking sector. ഒരു ബാങ്ക് പുതിയ ഇന്നോവേഷൻസ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻസ് ഒക്കെ അവരുടെ ഓപ്പറേഷൻസിൽ വരുത്തുന്നതോടെ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കിങ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് ട്രെൻഡാണ് ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസ്. ദ ബാങ്ക് പ്രൊവൈഡ് എ നമ്പർ ഓഫ് ഓൺലൈൻ സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ദ ഓൺലൈൻ സർവീസസ് പ്രൊവൈഡ് ബൈ ദ ബാങ്ക് ഇൻക്ലൂഡ്സ് ഓൺലൈൻ ഷോപ്പിംഗ്, പ്രീപെയ്ഡ് മൊബൈൽ റീചാർജ്. അപ്പോൾ ബാങ്ക് കുറേ ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് ഫെസിലിറ്റി, പ്രീപെയ്ഡ് മൊബൈൽ റീചാർജ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്സ്, ഫണ്ട് ട്രാൻസ്ഫർ. അതായത് നമ്മൾ പറഞ്ഞു RTGS നമുക്ക് ബാങ്ക് തരുന്നൊരു ഫെസിലിറ്റിയാണ്. നമുക്കൊരു അക്കൗണ്ടിൽ നിന്നും വേറൊരാളുടെ അക്കൗണ്ടിലോട്ട് ഇൻസ്റ്റൻ്റായിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ്. ദെൻ ബിൽ പേയ്മെൻറ്റ്, നമ്മൾക്ക് എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, അതൊക്കെ നമുക്കൊരു ബാങ്ക് വഴി പേ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്, നമുക്ക് ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അതും നമുക്കൊരു ബാങ്കിൻ്റെ ഹെൽപ്പോടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാങ്ക് കുറേ ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് തരുന്നുണ്ട്. അതും ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് എമേർജിങ് ട്രെൻഡ്സ് ഓഫ് ബാങ്കിങ്. ഇനിയും ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയൊരു 7 പോയിൻറ്റും കൂടിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക, നോട്ട്സ് സെൻഡ് ചെയ്യാം. താങ്ക് യു.